തെക്കോട്ട് തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. നമ്മൾ ഒരു ഫോട്ടോയും വീട്ടിൽ തെക്കോട്ട് തിരിച്ച് ഹിന്ദുക്കളുടെ വീട്ടിൽ വെക്കാറില്ല. ഭഗവാൻ ഗുരുബാബയുടെ ഫോട്ടോ മാത്രമാണ് തെക്കോട്ട് തിരിച്ച് വെക്കുന്നത്. എന്നിട്ട് ചെറിയൊരു നെയ്വിളക്ക് വെച്ചാൽ മതി. 18 മിനിറ്റ് പ്രാർത്ഥിക്കാം. നെയ്വിളക്ക് വെച്ചിട്ട് 18 മിനിറ്റിൽ കൂടുതലും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഗുരുബാബയുടെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുക സമാധാനം, പിന്നെ ഗുരുബാബയെ ആരാധിച്ച് ആദ്യം ഉണ്ടാവുക സാമ്പത്തിക സൽഗതി കേട്ടോ. അപ്പോൾ ഫോട്ടോ വെക്കുന്നിടത്ത് അത്രയും പോസിറ്റീവ് എനർജി ഉണ്ടാവുക ചെയ്യുന്നത്. കാരണം ഗുരുബാബ തെക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. തെക്ക് എന്ന് പറഞ്ഞാൽ കാലൻ യമൻ്റെ ദിക്കാണ്. അപ്പോൾ ആ ദിക്കിൽ നിന്നാണ് നാശങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാമി എല്ലാത്തിനെയും തടഞ്ഞുകൊണ്ടാണ് ദക്ഷിണാമൂർത്തിയായിട്ട് ഗുരുബാബ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരിക്കൽ ശിവൻ തെക്കോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ ശിവന്റെ ശക്തി ക്ഷയിക്കുകയും വീണ്ടും ഗണപതിയെ കൂട്ടിയിട്ട് ദക്ഷിണാമൂർത്തിയായി ഇരുന്നിട്ടാണ് ആ ശക്തി വീണ്ടെടുക്കുന്നത്. അങ്ങനെയുള്ള ആ തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവാൻ ഗുരുബാബ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു അതിനൊക്കെ തടഞ്ഞുകൊണ്ട് ഭഗവാൻ ചിന്മുദ്രയോടെ, സ്വാമിയുടെ കൈ കണ്ടില്ലേ, അത് ചിന്മുദ്രയോടെയാണ് ഗുരുബാബ ഇരിക്കുന്നത്. ഒരു കൈ നന്നായി തുറന്നിട്ട് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടും മറ്റേ കൈ ഭക്തരെ ദ്രോഹിക്കുന്നവരെ